ഗോൾ സെറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ഗോൾ സെറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി ഈ 4 മേഖലകളിലും ഒരു വ്യക്തമായ ഒരു ഗോൾ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള യാത്ര വളരെയധികം എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗോൾ സെറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യം എന്ന് പറയുന്നത്. ബിസിനസ്സിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെയധികം എളുപ്പമായിരിക്കും. ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാം? ഗോൾ സെറ്റ് ചെയ്യേണ്ടത് സ്മാർട്ടായിട്ടായിരിക്കും. സ്മാർട്ട് എന്ന കോൺസെപ്റ്റ് ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം. സ്മാർട്ടിൽ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹെൽത്ത് ആഗ്രഹിക്കുന്ന, ഒരു ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ എങ്ങനെയായിരിക്കും? ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം എന്ന ഒരു ക്ലാരിറ്റിയാണ് അവിടെ വേണ്ടത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എം ആണ്. സ്മാർട്ടില് എം എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം നമ്മുടെ ഗോൾ. എങ്ങനെ ഈ ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു മെഷറബിൾ ഗോൾ വേണ്ടത്? വീക്ക്ലി 5 ഡേയ്സ് എക്സസൈസ് ചെയ്യുക എന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇതാണ് മെഷറബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ, സ്മാർട്ടിൽ എ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിരിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ അത് പറയാം? ഒരു പ്രൈമറി ആദ്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ പ്രൈമറി വർക്കൗട്ടുകൾ, ബിഗിനേഴ്സിന്റെ വർക്കൗട്ടുകളായിരിക്കണം അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ ഹെവി വർക്കൗട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ അഥവാ ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസുകളാണ് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് ആർ. സ്മാർട്ടിൽ ആർ എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് റിലവന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഫിറ്റ്നസിന്റെ കേസിൽ എങ്ങനെയായിരിക്കണം? അവിടെ എന്തിനാണ് ഇയാൾ ഒരു എക്സസൈസ് ചെയ്യുന്നത്? വളരെയധികം നല്ല ഹൈലി എനർജറ്റിക് ആവാനും ഹെൽത്തി ആവാനായിരിക്കും. ഈ 2 കോൺസെപ്റ്റിലും അലൈൻ ചെയ്തിട്ടായിരിക്കണം ഈ ഗോൾ ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് റിലവന്റ് ആവണം എന്നൊരു കോൺസെപ്റ്റ് അവിടെ പറയുന്നത്. അടുത്തതാണ് ടി എന്ന് പറയുന്നത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഈ ഒന്നിൽ 6 മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ 3 മന്ത്സ് കൊണ്ട് നമ്മൾക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയണം എന്നൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഗോൾ സെറ്റിംഗിൽ ഈ സ്മാർട്ട് എന്നൊരു കോൺസെപ്റ്റിന് ഇത്രയും പ്രാധാന്യം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഒരു ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.